ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യമാണ്. ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വെറും ഫ്രോഡാണ്. ഇതുകൊണ്ട് ഭഗവാൻ ധർമ്മശാസ്താവിനോ ശബരിമല ഭക്തന്മാർക്കോ അതുമല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ ഒരു ഗുണവും ഉണ്ടാകുകയില്ല. ഇതുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നൊരു വിഭാഗം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില വയറ്റിപ്പഴുപ്പുകാരായ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മറ്റ് തൽപര കക്ഷികളും പിന്നെ പാർട്ടി സഖാക്കളും മാത്രമാണ് എന്നുള്ള കാര്യം. അത് നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും കവച്ചു വെക്കുന്ന ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനുവേണ്ടി പന്തലൊരുക്കുന്നതിനും മറ്റ് സംഗതികൾക്കൊക്കെ കരാർ കൊടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. അതിൻ്റെ ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഊരാളുങ്കൽ എവിടെ ഉണ്ടോ അവിടെ തട്ടിപ്പുണ്ട്, ലൈഫ് ബോയ് എവിടെ ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. എവിടെ ഊരാളുങ്കലുണ്ടോ അവിടെ തട്ടിപ്പുണ്ട്. അഥവാ ഉടായിപ്പിൻ്റെ വേറെ പേരാണ് ഊരാളുങ്കൽ. അങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റി ഒരു ഭാഗത്ത് കൂടി ഈ തട്ടിപ്പ് നടത്തുമ്പോൾ കത്തുന്ന പൊറിയുടെ കഴുക്കോൽ ഊരുമ്പോൾ ഒരു പൈസ പോലും ദേവസ്വം ബോർഡിന് ചിലവില്ല, കംപ്ലീറ്റ് സ്പോൺസർഷിപ്പാണ് എന്നാണ് നമ്മുടെ മഹാനായ മന്ത്രി വാസവനും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന പ്രശാന്തും പറഞ്ഞത് ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് നമ്മളത് വിശ്വസിച്ചു. കാരണം ദേവസ്വം ബോർഡിന് ചിലവ് വരുന്ന ഒരു പരിപാടി ഇവർ ചെയ്യില്ലല്ലോ. അവസാനം വന്നപ്പോൾ എന്തോ വെച്ചാൽ സ്പോൺസർമാരായിട്ട് ആകെ ഉള്ളത് ധനലക്ഷ്മി ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്ക് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയുടെ സഹോദരനാണ്. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടും ധനലക്ഷ്മി ബാങ്കിലാണ്. അതുകൊണ്ട് ധനലക്ഷ്മി ബാങ്ക് സ്പോൺസറായിട്ട് വന്നു. ഒരു 2 കോടി റുപ്യ അവരുടെ നിന്ന് ഈടാക്കി. പിന്നെ ഒരു 2 കോടി റുപ്യ എവിടെ നിന്നുണ്ടാക്കി? കേരള ബാങ്കിൽ നിന്ന് എടുത്തു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഇട്ട പൈസയിൽ നിന്ന് 2 കോടി അയ്യപ്പസ്വാമിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ധർമ്മശാസ്താവിന് വേണ്ടി, അരവണം പായസത്തിൻ്റെയും അപ്പത്തിൻ്റെയും രുചി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും വരുന്ന ഭക്തന്മാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചിലവാക്കി.